Hi all, KTU BTech Mechanical Engineering 7th സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 1 എന്ന് പറയുന്ന സബ്ജക്റ്റ് തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ത്രെഡഡ് ജോയിൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് കണ്ടത്. അപ്പോൾ ഇന്ന് ത്രെഡഡ് ജോയിൻസിൻ്റെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ത്രെഡഡ് ജോയിൻസിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത് ബോൾട്ടഡ് ജോയിൻ്റ് ആണ്. ത്രെഡുകളുള്ള പല ടൈപ്പ് കമ്പോണൻസ് ഉണ്ട്. സ്ക്രൂ ഉണ്ട്, സ്റ്റഡ് ഉണ്ട്, ബോൾട്ട്, നട്ട് ആൻഡ് ബോൾട്ട് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ബോൾട്ടഡ് ജോയിൻറ്റ്, നട്ടും ബോൾട്ടും കൂടി വരുന്ന ബോൾട്ടഡ് ജോയിൻറ്റിൻ്റെ കേസിലുള്ള ലോഡുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബോൾട്ടഡ് ജോയിൻറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ സ്ട്രെസ്സുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പോൾ മെയിനായിട്ട് 3 രീതിയിൽ നമുക്ക് ആ ഒരു സ്ട്രെസ്സുകളെ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ, സ്ട്രെസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ഫോഴ്സസ്. അപ്പോൾ നമ്മൾ 2 കമ്പോണൻറ്റ് വെച്ച് ഒരു ബോൾട്ടഡ് ജോയിൻറ്റ് വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പോണൻസിൽ ആക്ട് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ലോഡ് ഉണ്ടായിരിക്കും, അത് കാരണം ബോൾട്ടിൽ ആക്ട് ചെയ്യുന്ന ഒരു സ്ട്രെസ്സ്. ദെൻ സെക്കൻഡ് വൺ, സ്ട്രെസ് ഡ്യൂ ടു പ്രീ ലോഡ്. ഒരു ബോൾട്ട് നമ്മൾ എത്രത്തോളം ടൈറ്റൻ ചെയ്യണം, ബോൾട്ടും നട്ടും തമ്മിൽ എത്രത്തോളം ടൈറ്റൻ ചെയ്യണം എന്നുള്ളതിനനുസരിച്ച് ബോൾട്ടിനകത്ത് ഒരു ഇൻറ്റേർണൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. അതാണ് പ്രീ ലോഡ്, സ്ട്രെസ് ഡ്യൂ ടു പ്രീ ലോഡ് അല്ലെങ്കിൽ പ്രീ സ്ട്രെസ് എന്നും വിളിക്കാറുണ്ട്. ദെൻ സ്ട്രെസ് ഡ്യൂ ടു കോമ്പിനേഷൻ ഓഫ് 1 and 2. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ലോഡും ദെൻ ഒരു പ്രീ ലോഡും രണ്ടും കൂടി കമ്പൈൻഡ് ആയിട്ട് വരുന്ന കേസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെ കുറിച്ചാണ് തേർഡ് കേസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബോൾട്ടഡ് ജോയിൻസിനെ കുറിച്ചാണ് കാര്യങ്ങളും ഇനിയും ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ബോൾട്ടഡ് ജോയിൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. നമുക്ക് ഇവിടെ ഒരു ബോൾട്ട് അവൈലബിൾ ആണ്. ദെൻ ഈ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ കമ്പോണൻറ്റ്. 1 or 2 പ്ലേറ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ബോൾട്ടും നട്ട് ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നത്. ദെൻ അവിടെ നമ്മളൊരു വാഷർ കൂടി അഡീഷണൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ചില കേസിൽ 2 സൈഡിലും വാഷർ ഉണ്ടാവാറുണ്ട്. ദെൻ നമുക്കിവിടെ ആക്ച്വലി നമ്മുടെ കമ്പോണൻറ്റിൽ ഒരു ഹോള് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോൾട്ടിൻ്റെ എക്സാക്റ്റ് സൈസിലുള്ള ഹോളായിരിക്കില്ല, കുറച്ച് ക്ലിയറൻസ് അവിടെ കാണും. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ആ ഒരു ജോയിൻ്റ് കുറച്ചുകൂടി സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു വാഷർ കൂടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ നട്ടും ബോൾട്ടൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു സ്ലൈഡിങ്, ഈ ഒരു കോൺടാക്റ്റിംഗ് സർഫസിൽ ഒരു സ്ലൈഡിങ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ കമ്പോണൻസിൽ കാര്യമായിട്ട് ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാനും വേണ്ടി കൂടിയിട്ടാണ് ഒരു വാഷർ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ബോൾട്ടും നട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ലെങ്ത്ത്, ഇവിടെ വാഷറിൻ്റെ കൂടി ഒഴിവാക്കിയിട്ടാണ് ഗ്രിപ്പ് ലെങ്ത്ത് എന്നൊരു ലെങ്ത്ത് കാണിച്ചിട്ടുണ്ട്. ചില കേസിൽ ഈ വാഷറിൻ്റെ തിക്നെസ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ഗ്രിപ്പ് ലെങ്ത്ത് കാണിക്കാറുണ്ട്. അതായത് എത്രത്തോളം പോർഷനാണ് നമുക്ക് ഗ്രിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ലെങ്ത്ത് ഉള്ള ബോൾട്ടിന് ഇങ്ങനത്തെ ഒരു ഗ്രിപ്പ് ലെങ്ത്തും കൂടി വെച്ചിട്ടാണ് നമ്മൾ ബോൾട്ട് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെങ്ത്തിനെ കുറിച്ച് ധാരണ ഉണ്ടെങ്കിലാണ് അതിനനുസരിച്ച് ഒരു ബോൾട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദെൻ ബോൾട്ടിൻ്റെ ഒരു ലെങ്ത്ത് എന്നുള്ളത് ഹെഡിൻ്റെ താഴേന്ന് ബോൾട്ടിൻ്റെ എൻഡ് വരെയുള്ള ലെങ്ത്താണ്. ദെൻ ത്രെഡഡ് ആയിട്ടൊരു പോർഷൻ, അപ്പം ബോൾട്ടിൽ ഫുൾ ത്രെഡ് വരുന്ന കേസുണ്ട്, ചില കേസിൽ ഷാങ്ക് കുറച്ച് പോർഷൻ അവിടെ അൺത്രെഡഡ് ആയിരിക്കും. ദെൻ ബാക്കിയുള്ള ഒരു റിമൈനിങ് ഒരു പർട്ടിക്കുലർ ലെങ്ത്ത് മാത്രമായിരിക്കും ത്രെഡ് വരുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ദെൻ ഇത് ബോൾട്ടിൻ്റെ ഹെഡ്, ദെൻ ഇവിടെ നട്ടുണ്ട്, ദെൻ വാഷർ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ഡയമെൻഷൻസ്, അതായത് ബോൾട്ടിൻ്റെ ഒരു ഡയാമീറ്റർ, നമ്മൾ നോമിനൽ ഡയാമീറ്റർ വെച്ചിട്ടാണ് ബോൾട്ടിനെ ഡെസിഗ്നേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷാങ്ക് പോർഷനിൽ വരുന്ന ഡയാമീറ്റർ നോമിനൽ ഡയാമീറ്റർ ആയിരിക്കും. ദെൻ ത്രെഡ് പോർഷനിൽ വരുമ്പോൾ നമ്മൾ അവിടുത്തെ കോർ ഡയാമീറ്റർ, നമ്മളിവിടെ ആക്ട് ചെയ്യുന്ന ലോഡുകളൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നത് ഒരു കോർ ഡയാമീറ്റർ ആണ്. അവിടെ ആ ഒരു വി ത്രെഡുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാരണം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കോർ പോർഷനിൽ മാത്രമാണ്. അതിൻ്റെ മുകളിലേക്ക് ത്രെഡ് ഷേപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കോർ ഡയാമീറ്റർ എന്ന് പറയുന്ന ഒരു ടേം കൂടി നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ ആ ഒരു കോർ ഡയാമീറ്ററും നോമിനൽ ഡയാമീറ്ററും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. കോർ ഡയാമീറ്റർ എന്നുള്ളത് നോമിനൽ ഡയാമീറ്ററിൻ്റെ 0.84 ടൈംസ് ആണ്. നോമിനൽ ഡയാമീറ്ററിനേക്കാളും കുറവായിരിക്കും കോർ ഡയാമീറ്റർ. ഓക്കെ, അപ്പോൾ 0.84 ഇൻറ്റു നോമിനൽ ഡയമീറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കോർ ഡയമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക്
ബാക്കിയുള്ള. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞ ആ ലോഡിങ് കേസുകൾ അല്ലെങ്കിൽ സ്ട്രെസ്സസിൻ്റെ കേസുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എക്സ്റ്റേണൽ ലോഡ് കാരണം എത്രത്തോളം സ്ട്രെസ്സുകൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ എക്സ്റ്റേണൽ ലോഡുകൾ തന്നെ പല രീതിയിൽ വരാം. ഓക്കെ, ഒന്ന് ഒരു ടെൻസൈൽ ലോഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഒരു അതായത് 2 പ്ലേറ്റുകൾ കാണിച്ചിട്ടുണ്ട്. ദെൻ അതിൽ ഒരു ബോൾട്ട് ഇട്ടിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് നെറ്റ് ബോൾട്ട് ഉപയോഗിച്ചിട്ട്. ദെൻ അവിടെ ഈ 2 പ്ലേറ്റുകളിലും ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ആക്സിയൽ ലോഡ് എന്നുള്ള രീതിയിലാണ് ബോൾട്ടിലേക്ക് എഫക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ടെൻസൈൽ ലോഡാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ടെൻസൈൽ ലോഡ് കാരണം ബോൾട്ടിൽ ഒരു ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദെൻ ഒരു ഷിയർ സ്ട്രെസ്സ് സ്ക്രൂ ത്രെഡിൽ മാത്രം, മൊത്തം ബോൾട്ടിലല്ല, ഇവിടെയുള്ള ത്രെഡുകളിൽ ഒരു ഷിയർ സ്ട്രെസ് ഉണ്ടാവാം ഇതുപോലത്തെ ലോഡുകൾ ആക്ട് ചെയ്യുമ്പോൾ. ദെൻ ഒരു ക്രഷിങ് സ്ട്രെസ്സും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ത്രെഡുകളിൽ തന്നെ കേട്ടോ. ദെൻ അടുത്തൊരു കേസാണ് ഷിയർ ലോഡ്. അപ്പോൾ നമ്മുടെ ലോഡിൻ്റെ ഡയറക്ഷൻ മാറും. 2 പ്ലേറ്റുകൾ തമ്മിൽ ഈ രീതിയിൽ ജോയിൻ ചെയ്തിരിക്കുകയെന്ന് വിചാരിക്കുക. ദെൻ ഒരു ടാൻജൻഷ്യൽ ആയിട്ടുള്ള ലോഡാണ് പ്ലേറ്റുകളിൽ ആക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഒരു ഷിയർ ഫെയിലിയർ ഈ ഒരു ഇൻ്റർഫേസിൽ 2 പ്ലേറ്റുകളുടെയും ബോൾട്ടും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഇൻ്റർഫേസിൽ ഒരു ഷിയർ ഫെയിലിയർ ഉണ്ടാവാനായിട്ട്, അത് ബോൾട്ടിൻ്റെ ഒരു ഫെയിലിയറാണ്, ത്രെഡുകളെ ബാധിക്കുന്നതല്ല. അതിൻ്റെ ബോൾട്ടിൻ്റെ ക്രോസ് സെക്ഷനിൽ ഒരു ഷിയർ ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ബോൾട്ട് ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്ന കേസാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 പ്ലേറ്റിൽ പി എന്ന് പറയുന്ന ലോഡുകൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം നമ്മുടെ ബോൾട്ടിൻ്റെ ആക്സിസിൽ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ പി എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ലോഡ്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ലോഡാണ് പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ ലോഡ് കാരണം ഇതിൽ എത്രത്തോളം സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ബോൾട്ടിൻ്റെ ഡയാമീറ്ററിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നോമിനൽ ഡയാമീറ്റർ ഡി, ദെൻ കോർ ഡയാമീറ്റർ ഡി സി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോൾട്ടഡ് ജോയിൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു ആക്സിയൽ ഡയറക്ഷനിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു വീക്കസ്റ്റ് സെക്ഷൻ, ഈ ഒരു ബോൾട്ട് ഫെയിൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു വീക്കസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ത്രെഡ് വരുന്ന പോർഷനാണ്. ഓക്കെ, ഷാങ്ക് പോർഷനിൽ നോമിനൽ ഡയാമീറ്റർ ഡി, അത്രയും ഡയാമീറ്ററിൽ ഫുൾ മെറ്റീരിയൽ ഉണ്ട്. ത്രെഡഡ് പോർഷനിലേക്ക് വരുമ്പോൾ അവിടെ കോർ ഡയാമീറ്ററിൻ്റെ അത്രയും ഭാഗത്ത് മാത്രമാണ് ഫുൾ മെറ്റീരിയൽ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഡയാമീറ്റർ കുറവായതുകൊണ്ട് തന്നെ അവിടെയാണ് ഫെയിൽ ചെയ്യാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതാണ് വീക്കർ സെക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു വീക്കർ സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ്, ഇൻഡ്യൂസ്ഡ് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് സിഗ്മ ടി ഈസിക്കൽ ടു പി ബൈ എ സി. പി എന്ന് പറയുന്നത് ഇവിടുത്തെ ആക്സിയൽ ഡയറക്ഷനിലുള്ള ലോഡാണ്. ദെൻ എ സി എന്ന് പറയുന്നത് നമ്മുടെ കോർ ഏരിയ, ഈ ഒരു കോർ ഡയാമീറ്ററിൻ്റെ ഭാഗത്തുള്ള ക്രോസ് സെക്ഷണൽ ഏരിയ. കോർ ഏരിയ നമുക്ക് ഇതൊരു സർക്കുലർ സെക്ഷനാണ്. π/4 DC സ്ക്വയർ, കോർ ഡയാമീറ്റർ സ്ക്വയർ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർ ഏരിയ കിട്ടും. ദെൻ നമുക്ക് ആ ഒരു കോർ ഡയാമീറ്ററിൽ നിന്ന് നോമിനൽ ഡയാമീറ്ററിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കോർ ഡയമീറ്റർ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് സ്റ്റാൻഡേർഡ് ബോൾട്ട് സൈസ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നോമിനൽ ഡയാമീറ്റർ ഡി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡി ഈസിക്കൽ ടു ഡി സി ഡിവൈഡഡ് ബൈ 0.84 എന്ന് ആണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ടെൻസൈൽ ലോഡ് ആക്ട് ചെയ്യുന്ന കേസിൽ നമ്മൾ ഇങ്ങനെയാണ് അവിടുത്തെ ഇക്വേഷൻസ് വരിക. ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും അതേപോലെ കോർ ഏരിയ, ദെൻ അതിനെങ്ങനെ നോമിനൽ ഡയമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഇനി അടുത്ത ഒരു കേസ് ത്രെഡുകളിൽ ഉണ്ടാകുന്ന ഫെയിലിയറിനെ കുറിച്ചാണ്. നമ്മുടെ ബോൾട്ടിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഒരു കോർ ഡയമീറ്റർ പോർഷൻ്റെ മുകളിലായിട്ട് വൈൻഡ് ചെയ്ത് വെച്ച പോലെയാണ് ത്രെഡുകൾ ഇരിക്കുന്നുണ്ടാവുക. നമ്മളത് മെഷീൻ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള കോർ ഡയമീറ്ററിൻ്റെ അത്രയും ഡയമീറ്ററിലൊരു സിലിണ്ടറിക്കൽ റോഡിൻ്റെ പുറത്ത് ഒരു ഹെലിക്കലായിട്ടുള്ള ഒരു ത്രെഡ് ഇങ്ങനെ ചുറ്റി പിടിപ്പിച്ചിരിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ത്രെഡ് ചില സമയത്ത് അവിടെ നിന്ന് ഇങ്ങനെ ഉരിഞ്ഞു പോകുന്ന പോലെ പോവാം. ഈ ഒരു ഫിഗറിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ ത്രെഡ് മാത്രം അവിടെ നിന്ന് പോരുന്ന ഒരു കണ്ടീഷൻ, ഷിയർ ചെയ്തിട്ട് പോരുക.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ത്രെഡിൻ്റെ ഷിയർ ഫെയിലിയറാണ്. ഓക്കെ, ഇത് ബോൾട്ടിലും സംഭവിക്കാം, നട്ടിലും സംഭവിക്കാം. നട്ടിൻ്റെ ഇൻറ്റേർണൽ ത്രെഡും ഇതേപോലെ പറഞ്ഞു പോരാം. ബോൾട്ടിൻ്റെ മുകളിലുള്ള ആ ഒരു എക്സ്റ്റേണൽ ത്രെഡഡ് ആയിട്ടുള്ള കമ്പോണൻ്റാണ് ബോൾട്ട്. അപ്പോൾ അവിടുത്തെ ത്രെഡുകളും ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഷിയർ ചെയ്ത് പോകണമെന്നുള്ളത് നമ്മൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, കൂടുതൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഒരുപാട് ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ത്രെഡുകൾ അവിടെ നിന്ന് ഇങ്ങനെ ഉരിഞ്ഞു പോരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെയുള്ള ഒരു അടുത്തൊരു കേസാണ് ക്രഷ് ചെയ്ത് പോവുക. ഒരു ത്രെഡ് അങ്ങ് ചതഞ്ഞ് പോകാമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അത് ക്രഷായി പോവുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ത്രെഡുകളിൽ ഫെയിലിയർ സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് അസംഷൻസിൻ്റെ ബേസിലാണ് ഇതിനെ അനലൈസ് ചെയ്യാൻ പോണത്. ഓക്കെ, അതായത് നമുക്ക് ഫെയിലിയർ എല്ലാ ത്രെഡിലും ഒരേപോലെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെന്നുള്ളതും, അതേപോലെ ബോൾട്ടിൻ്റെ ത്രെഡിൽ മാത്രമാണ് തൽക്കാലം ഫെയിലിയർ ഉണ്ടാവണുള്ളൂ. നട്ടിലും ത്രെഡുകളുണ്ട്, പക്ഷേ തൽക്കാലം നട്ടിലത്തെ ത്രെഡുകളിൽ അങ്ങനത്തെ ഫെയിലിയേഴ്സ് ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈനിലേക്ക് ഈ ഒരു സെക്ഷനിൽ ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ബോൾട്ടഡ് ജോയിൻറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു അസംഷൻ്റെ ബേസിലാണ് മുന്നോട്ട് പോവുക. ഓക്കെ, അതേപോലെ തന്നെ ബോൾട്ടിലും നട്ടിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ. ഇതും നമ്മൾ തൽക്കാലത്തേക്ക് നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. സ്ട്രെസ് കോൺസെൻട്രേഷനൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ അതിനനുസരിച്ച് അതിനെ ഓവർകം ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊടുത്ത് ഡിസൈൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തൽക്കാലം സ്ട്രെസ് കോൺസെൻട്രേഷൻ എഫക്റ്റുകൾ കാര്യമായിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ സ്ക്രൂ ത്രെഡുകളിലുള്ള ഷിയർ സ്ട്രെസ്സ്, ആ ഒരു ഷിയർ ഫെയിലിയർ ഉണ്ടാവാൻ കാരണമാവുന്ന സ്ട്രെസ്സിൻ്റെ ഒരു ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു P/N ഡിവൈഡഡ് ബൈ പൈ DCB. അപ്പോൾ ഇതിൽ P എന്നുള്ളത് നമ്മുടെ ലോഡ് തന്നെയാണ്. ആക്സിയൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കാരണം നമ്മുടെ ഒരു സിംഗിൾ ത്രെഡ് നമ്മുടെ കോർ ഡയാമീറ്ററിൻ്റെ അത്രയും സൈസുള്ളൊരു സിലിണ്ടറിൽ ഒട്ടിച്ച് വെച്ചേക്കാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം അവിടുത്തെ ആ ഒരു ത്രെഡിൻ്റെ ബോട്ടം റീജിയനിലുള്ള ഏരിയ, കോണ്ടാക്റ്റ് ചെയ്യുന്ന ഏരിയ, അത്രയും ഏരിയ അവിടെ ഷിയർ ചെയ്ത് പോകുമ്പോഴാണ് ത്രെഡ് ഫെയിൽ ആവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിംഗിൾ ത്രെഡിൻ്റെ ബോട്ടം ഏരിയ എന്തോരം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ത്രെഡിൻ്റെ ഒരു ത്രെഡിന് അതിൻ്റെ ബേസിലുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ b ആണെന്ന് വിചാരിക്കുക. അതേപോലെ അവിടുത്തെ ഡയാമീറ്റർ DC ആണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ എന്നുള്ളത് πD എന്ന് പറയുന്നത് പെരിമീറ്ററും സ്മോൾ b എന്നുള്ളത് ഒരു ത്രെഡിൻ്റെ വിഡ്ത്തും ആണെങ്കിൽ ആ ഒരു πDC × B എന്ന് പറയുന്നതാണ് ഒരു ത്രെഡ് കോർ ഡയാമീറ്ററിൽ ഒരു സിലിണ്ടറായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് πDC × B എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു സിംഗിൾ ത്രെഡിൽ ഉണ്ടാകുന്ന ലോഡ് ഇപ്പോൾ N എന്നുള്ളത് ടോട്ടൽ നമ്പർ ഓഫ് ത്രെഡ്സ് ആണെങ്കിൽ നമുക്കൊരു P എന്ന് പറയുന്ന ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ത്രെഡുകൾ N ആണെങ്കിൽ ഒരു സിംഗിൾ ത്രെഡിലുള്ള ലോഡ് കണ്ടുപിടിക്കാനാണ് P/N കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു സമയം നമ്മൾ ഒരു നട്ടും ബോൾട്ടും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു നട്ടിൽ ഇപ്പോൾ ഒരു 4 ത്രെഡാണ് ഇൻറ്റേർണൽ ത്രെഡാണുള്ളതെന്ന് വിചാരിക്കുക. ബോൾട്ടിൽ ഒരുപാട് ത്രെഡുകൾ ഉണ്ടാവും, പക്ഷേ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ നട്ടും ബോൾട്ടും തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്ന അവിടെ കോണ്ടാക്റ്റിലിരിക്കുന്ന 4 ത്രെഡുകൾ തമ്മിലായിരിക്കും ഈ ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷിയർ ഉണ്ടാവാൻ സാധ്യതയുള്ളത് ഈ നട്ടുമായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്ന ത്രെഡുകളിലാണ്. ബോൾട്ടിൻ്റെ ത്രെഡുകളിലാണ് ഷിയർ ഫെയിലിയർ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സംഭവിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരു നട്ടിൽ 4 ത്രെഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതേ 4, അതായത് ബോൾട്ടിലുള്ള ഒരു 4 ത്രെഡുകളായിട്ട് മാത്രമാണ് ആ നട്ടിന് കോണ്ടാക്റ്റ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു N എന്നുള്ളത് നമുക്ക് 4 ആണെന്ന് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്താൽ ഈ N എന്നുള്ളത് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു വിഡ്ത്ത് B × N എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, B എന്നുള്ളത് ഒരു ത്രെഡിൻ്റെ റൂട്ടിലുള്ള വിഡ്ത്താണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഇവിടെ H എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ H എന്നുള്ളത് നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ത്രെഡ്, ഇപ്പോൾ ഒരു 4 ത്രെഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം ഹൈറ്റിനെ അല്ലെങ്കിൽ ആ ഒരു വിഡ്ത്തിനെയാണ് നമ്മൾ H ആയിട്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് ഹൈറ്റ് ഓഫ് നട്ട് എന്നും വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം.
ബോൾട്ടായിട്ട് എൻഗേജ് ചെയ്തിരിക്കുന്ന നട്ടിൻ്റെ ഹൈറ്റായിട്ട് പറയാം. അപ്പോൾ നട്ടിൽ 4 ത്രെഡാണ് ഉള്ളത്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള 4 ത്രെഡുകൾ ആയിട്ടാണ് എൻഗേജ്മെൻറ്റ് വരിക. ബോൾട്ടിലുള്ള 4 ത്രെഡുകളായിട്ടാണ് 4 ത്രെഡുള്ള ഒരു നട്ട് എൻഗേജ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഹൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്കിതിനെ ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഷിയർ സ്ട്രെസ് കാരണമാണ് നമ്മുടെ ഒരു ലിമിറ്റ് വിട്ട് പോകുമ്പോൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയുടെ മുകളിലേക്ക് നമ്മുടെ ഷിയർ സ്ട്രെസ്സുകൾ പോകുമ്പോൾ അവിടെ നിന്ന് ത്രെഡുകൾ ഷിയർ ചെയ്ത് പോവുക, ഉരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ ക്രഷിങ്ങിൻ്റെ കേസിൽ പറഞ്ഞു ഒരു ത്രെഡ് ചതഞ്ഞു പോവുക. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതൊരു നട്ടിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 ത്രെഡുകൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ത്രെഡ് ചതഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ക്രഷിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് ഷിയറിങ്ങും ക്രഷിങ്ങും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ക്രഷിങ് സ്ട്രെസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ ഒരു സിംഗിൾ ത്രെഡിലുള്ള ലോഡിനെയാണ് നമ്മൾ P/N, ടോട്ടൽ നമ്പർ N ത്രെഡുകളുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ത്രെഡിലുള്ള ലോഡിനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ലോഡ് ഡിവൈഡഡ് ബൈ N ചെയ്യുന്നത്. ദെൻ ഒരു ത്രെഡിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ആനുലാർ ഏരിയയാണ് ഒരു ത്രെഡിനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റഡ് ആയിട്ട് ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒരു ത്രെഡിന് ഉണ്ടായിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ π/4 d² - dc², നോമിനൽ ഡയാമീറ്റർ മൈനസ് കോർ ഡയാമീറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ആനുലാർ ഏരിയ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം ഈ ഒരു പോർഷനും ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു പോർഷനും ഇത് ഇൻക്ലൂഡഡ് ആവുന്ന ഒരു സിലിണ്ടറിക്കലായിട്ട് ഒരു സ്ട്രിപ്പ് പോലെയാണ്, ഒരു സർക്കുലർ സ്ട്രിപ്പ് പോലെയാണ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ത്രെഡിൽ ഒരു പർട്ടിക്കുലർ ഈ ഒരു ഇങ്ങനത്തെ ഒരു ആനുലാർ ഏരിയയിൽ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ക്രഷിങ്ങും ചില കേസിൽ സംഭവിക്കാം. ഓക്കെ, നമുക്ക് മെയിനായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു ടെൻസൈൽ ഫെയിലിയറും ഒരു ഷിയർ ഫെയിലിയർ അടുത്ത ഒരു കേസ് നമ്മൾ പറയുന്നുണ്ട്. അതൊക്കെയാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുള്ളൂ. ക്രഷിങ്ങും ഇപ്പോൾ പറഞ്ഞ ഷിയർ ഫെയിലിയർ അല്ലാതെ ഒരു ഷിയർ ഫെയിലിയറും കൂടി ഉണ്ട്. ഓക്കെ, അത് നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ ക്രഷിങ് എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ ഷിയർ സ്ട്രെസ് ഇൻ ബോൾട്ട്. ഓക്കെ, ഇപ്പോൾ ത്രെഡിലുള്ള ഷിയർ സ്ട്രെസ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, ക്രഷിങ്ങിനെ കുറിച്ചും പറഞ്ഞു. ഇനി ബോൾട്ടിൽ വരുന്ന ഷിയറിങ്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ഒരു ഫിഗർ കണ്ടിരുന്നു. ടാൻജൻഷ്യലായിട്ട് 2 പ്ലേറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ടാൻജൻഷ്യലായിട്ട് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഷിയർ ഫെയിലിയർ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിലാണ് ഷിയർ ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇത് ശരിക്കും പറഞ്ഞൊരു സിംഗിൾ ഷിയർ എന്നുള്ളൊരു കണ്ടീഷനാണ്. ഇനി പ്ലേറ്റുകളുടെ എണ്ണം നമ്മൾ ജോയിൻ ചെയ്യുന്ന പ്ലേറ്റുകളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ അവിടെ ഡബിൾ ഷിയർ ഉണ്ടാവാം. ഓക്കെ, ഈ 2 സെക്ഷനിലും ഇപ്പോൾ മൊത്തം 3 പ്ലേറ്റുകളുണ്ട്. അപ്പോൾ 2 ഇൻ്റർഫേസസ് ഉണ്ട്. ഈ 2 ഇൻ്റർഫേസിലും ഷിയറിങ് ഉണ്ടാവാം. അതുകൊണ്ടാണ് അവിടെ ഡബിൾ ഷിയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷിയർ ലോഡ് എന്ന് പറയുന്നത് P ആണെന്ന് വിചാരിക്കുക. 2 ഡയറക്ഷനിലേക്കും P എന്ന് പറയുന്ന ഒരു ലോഡ് വെച്ചിട്ടാണ് വലിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നോമിനൽ ഡയാമീറ്റർ ഉണ്ട്, കോർ ഡയാമീറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഈ ഒരു ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ കോർ ഏരിയ. ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള മിനിമം ഏരിയ കോർ ഏരിയ ആണ്. അതുകൊണ്ട് ആ ഒരു കോർ ഏരിയ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ ഈ ഒരു ഇക്വേഷൻസിൻ്റെ ബേസിൽ നമുക്ക് കോർ ഡയാമീറ്ററോ അതല്ലെങ്കിൽ കോർ ഡയാമീറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നോമിനൽ ഡയാമീറ്ററോ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, സാധാരണഗതിയിൽ നമ്മൾ പ്രാക്ടിക്കൽ കണ്ടീഷനിൽ ഇതേപോലത്തെ ഷിയർ ലോഡുകൾ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതെല്ലാം ഷാങ്ക് പോർഷനിൽ മാത്രം ആക്ട് ചെയ്യുന്ന രീതിയിലാണ് ബോൾട്ടുകൾ യൂസ് ചെയ്യുക. ഒരിക്കലും ഷിയർ ലോഡ് ത്രെഡഡ് പോർഷനിൽ വരാൻ പാടില്ല. ഓക്കെ, നമ്മൾ തിയററ്റിക്കലായിട്ട് പറയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇക്വേഷനൊക്കെ പറയാം. പക്ഷേ ശരിക്കും അത് ഡയറക്റ്റായിട്ട് നമ്മൾ കോർ ഏരിയയ്ക്ക് പകരം അവിടുത്തെ ഷാങ്ക് പോർഷനിലുള്ള ക്രോസ് സെക്ഷൻ ഏരിയ π/4 d², നോമിനൽ ഡയാമീറ്ററിൻ്റെ ബേസിലുള്ള ഒരു ഏരിയ വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നോമിനൽ ഡയാമീറ്ററിലേക്ക് തന്നെ എത്താം. അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഒരിക്കലും ഷിയർ ലോഡുകൾ ത്രെഡഡ് പോർഷനിൽ വരാതെ നോക്കണം. ഷാങ്ക് പോർഷൻ ത്രെഡില്ലാത്ത ബോൾട്ടിൻ്റെ ആ ഒരു പോർഷനിൽ മാത്രമാണ് ഷിയർ ലോഡുകൾ ആക്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഷിയർ കേസുകളിൽ ഈ ഒരു ബോൾട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ദെൻ പ്രീ ലോഡിങ് അല്ലെങ്കിൽ പ്രീ സ്ട്രെസ്സിങ്, ഇനീഷ്യൽ ടെൻഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്?
ഓക്കെ. അപ്പോൾ ഒരു ബോൾട്ടിനെ നമ്മൾ എത്രത്തോളം ടൈറ്റൻ ചെയ്യണോ അതിനനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്ന കമ്പോണൻസ് കംപ്രസ്ഡ് ആയി പോവുകയും ചെയ്യും. അതേസമയം നമ്മുടെ ബോൾട്ടിനകത്ത് ഒരു ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഒരുപാട് ടൈറ്റൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ലോഡ് വരെ അത് സ്ട്രെസ്ഡ് ആയിട്ട് അവിടെ ഇരിക്കും. ഓക്കെ. അപ്പോൾ അതിനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇതിന് നമുക്ക് ഒരു എംപിരിക്കൽ റിലേഷൻ, ഒരു ഇനീഷ്യൽ ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു എംപിരിക്കൽ റിലേഷൻ അവൈലബിൾ ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. FI = 2840 ന്യൂട്ടൺ. അപ്പോൾ ഇത്രയും 40 × D അത്രയും ന്യൂട്ടൺസ്, അതാണ് ഇനീഷ്യൽ ടെൻഷൻ്റെ ഒരു വാല്യൂ. ഇത് ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻസിൻ്റെ കേസിലാണ്, അതായത് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു സ്റ്റീമൊക്കെ ഇതാക്കുന്ന ഒരു സിലിണ്ടറൊക്കെ ആണെങ്കിൽ, എൻജിൻ സിലിണ്ടേഴ്സ്, അതേപോലെ ഇപ്പോൾ ഒരു സ്റ്റീം ബോയിലേഴ്സ്, അങ്ങനത്തെ കേസിലൊക്കെ നമ്മൾ ജോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ടൈറ്റ് ജോയിൻ്റ് ആയിരിക്കും, ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ജോയിൻറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നമുക്ക് ഇനീഷ്യൽ ടെൻഷൻ ഇത്രയും വലിയൊരു വാല്യൂ 2840 × D എന്നുള്ളത് നോമിനൽ ഡയാമീറ്റർ ആണ്. ബോൾട്ടിൻ്റെ നോമിനൽ ഡയാമീറ്ററിൻ്റെ വാല്യൂ ആണ് D. അപ്പോൾ അത്രയും ന്യൂട്ടൺസ് വാല്യൂ നമ്മളവിടെ ഇനീഷ്യൽ ടെൻഷനായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ. എന്നാലാണ് ലീക്ക് പ്രൂഫ് ആയിട്ടൊരു ജോയിൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി ലീക്ക് പ്രൂഫ് അല്ലാത്ത കേസിൽ നമുക്ക് അവിടെ ഫ്ലൂയിഡ് ടൈറ്റ് അല്ലാത്ത ജോയിൻറ്റിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇനീഷ്യൽ ടെൻഷൻ്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത് 1420 × D ന്യൂട്ടൺ. ഓക്കെ. അപ്പോൾ ഇത് ഒരു എംപിരിക്കൽ റിലേഷനാണ്, നമ്മുടെ ഒരു പ്രാക്ടിക്കൽ നോളജിൻ്റെ ബേസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഓക്കെ. ദെൻ എങ്ങനെയാണ് ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് അല്ലെങ്കിൽ ഒരു പ്രീ ലോഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ നമുക്ക് പ്രാക്ടിക്കലി യൂസ്ഫുൾ ആവുന്നത്? നമ്മുടെ ബോൾട്ട് ഒരു സ്പ്രിങ് ആയിട്ട് അസ്യൂം ചെയ്യുക. നമ്മളിവിടെ ഒരു സ്പ്രിങ് ബാലൻസിൻ്റെ ഒരു പടം കാണിച്ചിട്ടുണ്ട്. ദെൻ അതിൽ ആദ്യമേ ഒരു 1000 പൗണ്ട്, അതാണ് അവിടുത്തെ പ്രീ ലോഡ്. നമ്മൾ ടൈറ്റൻ ചെയ്ത് ഒരു ബോട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ലോഡാണ് ശരിക്കും പ്രീ ലോഡ്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്പ്രിങ് ബാലൻസ് ആയിട്ട് ഇതിനെ കാണിച്ചേക്കാണ്. അപ്പോൾ ഒരു 1000 പൗണ്ടാണ് നമ്മൾ പ്രീ ലോഡായിട്ട് കൊടുക്കണം. നമ്മൾ ടൈറ്റൻ ചെയ്തിട്ട് ആ ഒരു ബോൾട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ലോഡ് എന്ന് പറയുന്നത് 1000 പൗണ്ട്സ് ആണെന്ന് വിചാരിക്കുക. ദെൻ അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അത്രയും ലോഡില്ല, ടൈറ്റനിങ് കാരണം ഉണ്ടാകുന്ന ഒരു ലോഡാണ്. ഓക്കെ. അപ്പോൾ അതിനെ നമ്മൾ, അപ്പോൾ രണ്ടാമത്തെ ഫിഗറിൽ ആ ലോഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ അവിടെ ആ ഒരു 2 കമ്പോണൻസ് അതിൻ്റെ ഇടയിൽ റിജിഡായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. 2 പ്ലേറ്റുകൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ആ പ്ലേറ്റുകളുടെ ഒരു റിജിഡിറ്റി കാരണം, അത് ക്രഷ് ചെയ്ത് പോകുന്ന പ്ലേറ്റുകളാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ഇനീഷ്യൽ ടെൻഷൻ അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ബോൾട്ട് ടൈറ്റൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു പ്ലേറ്റുകൾ ക്രഷായി പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഒരു ലോഡ് അവിടെ കിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിനൊരു തടസ്സം പോലെ വെച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു സ്പ്രിങ് ബാലൻസിൽ നമ്മുടെ ആ ഒരു കണക്ട് ചെയ്യുന്ന പ്ലേറ്റുകൾക്ക് പകരമായിട്ട് നമ്മളിവിടെ ഒരു എന്താ പറയുക, ഒരു മെറ്റൽ ഒരു പീസ് ഇവിടെ വെച്ചിട്ട് ഈ ഒരു സ്പ്രിങ് ബാലൻസിനെ നിർത്തിയേക്കാണ്. നമ്മൾ ലോഡ് റിമൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള പ്ലേറ്റുകൾ മാത്രമാണ് അതിൻ്റെ ഇടയിലുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു റെസ്ട്രിക്ഷൻ, ഇതിൻ്റെ മൂവ്മെൻറ്റ്, ഈ ഒരു ടെൻഷൻ ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം ഒരു മെറ്റൽ പീസ് വെച്ചിട്ട് ഇവിടെ ഇതിൻ്റെ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ മൂവ്മെൻറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിയേക്കാണ്. ദെൻ നമ്മൾ ഇതുമ്മേ വീണ്ടും ഒരു ലോഡ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഒരു സ്പ്രിങ് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് നമ്മളൊരു 1000 ലോഡ് കൊടുത്ത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതിൽ ഈ 1000 പൗണ്ട്സിനേക്കാളും താഴെയുള്ള ഏത് ലോഡ് അപ്ലൈ ചെയ്താലും ഈ സ്പ്രിങ്ങിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. ഓക്കെ. അതായത് ഇതിനി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈ ഒരു 1000 പൗണ്ടിനേക്കാളും കൂടിയ ഒരു വാല്യൂ ഈ ഒരു ആക്സിയൽ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ സ്പ്രിങ് ഇനിയും എക്സ്റ്റെൻഡ് ആവുള്ളൂ. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു കമ്പോണൻറ്റ് ഫ്രീ ആവും. അപ്പോൾ ഈ ഒരു കമ്പോണൻറ്റിന് ഒരു കംപ്രസീവ് ലോഡാണ് ഇപ്പോൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ. അപ്പോൾ ഒരു 1000 പൗണ്ടിനേക്കാളും കൂടിയ ഒരു വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഇവിടുന്ന് ഫ്രീ ആവുള്ളൂ. അതായത് അപ്പോഴാണ് ആ ഒരു സ്പ്രിങ് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ബോൾട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ബോൾട്ടിൽ ഒരു പ്രീ സ്ട്രെസ് കൊടുത്തിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മളൊരു പ്രീ ലോഡ് ടൈറ്റൻ ചെയ്തൊരു പ്രീ ലോഡ് അപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ ആ ഒരു പ്രീ ലോഡിനെ മറികടക്കുന്ന ഒരു ലോഡ് വരുമ്പോൾ മാത്രമാണ് അവിടെ അഡീഷണൽ ആയിട്ടൊരു ലോഡ് ബോൾട്ടിലേക്ക് വരുള്ളൂ. ഓക്കെ. അപ്പോൾ ബോൾട്ട് ഒരു സ്പ്രിങ് പോലെയാണ് നമ്മുടെ
കമ്പോണൻസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന അസംബ്ലീസിലൊക്കെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹൈ പ്രഷർ സിലിണ്ടേഴ്സിലൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ലീക്ക് വരാതിരിക്കണമെങ്കിൽ എന്താണ്, ആ ബോൾട്ടുകൾ ഒരിക്കലും എക്സ്റ്റെൻഡ് ആവാൻ പാടില്ല. ബോൾട്ട് ഇൻ കേസ് ചെറിയൊരു ലോഡ് കാരണം എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള പ്ലേറ്റുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരും, അവിടെ ലീക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു പ്രീ ലോഡ് നമുക്ക് അപ്ലൈ ചെയ്താൽ നമുക്ക് അത്രയും നമുക്ക് ഒരു കൺഫർമേഷനായി, അതായത് ആ ഒരു ലോഡിൻ്റെ മുകളിലേക്കുള്ള ഒരു പ്രഷർ നമ്മുടെ സിലിണ്ടറിൽ വന്നാലാണ് നമ്മുടെ ബോൾട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും അവിടെ ഒരു ഗ്യാപ്പ് വരാനും ലീക്ക് ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളൂ. അപ്പോൾ ഒരു പ്രീ ലോഡ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കൺഫർമേഷനായി ആ ഒരു ലോഡ് വരെ ബോൾട്ടുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, എക്സ്റ്റെൻഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രീ ലോഡിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം. ദെൻ കമ്പൈൻഡ് ഫോഴ്സസ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ എക്സ്റ്റേണൽ ലോഡുകൾ കാരണമുള്ള സ്ട്രെസ്സും അതേപോലെ ഇനീഷ്യൽ ടെൻഷൻ കാരണമുള്ള സ്ട്രെസ്സും ഇത് കമ്പൈൻഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് അത് ചെയ്യാൻ പറ്റുക. ഒന്ന്, എത്രയാണ് ബോൾട്ടിലുള്ള ഇനീഷ്യൽ ടെൻഷൻ എന്ന് അറിയണം. ദെൻ എക്സ്റ്റേണൽ ലോഡ് എത്രയാണെന്ന് അറിയണം. ദെൻ അവിടുത്തെ ബോൾട്ടിൻ്റെയും നമ്മൾ ജോയിൻ ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ മെമ്പേഴ്സ്, കണക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സോ ഗാസ്കറ്റ് എന്ന് പറയുന്ന ഒരു ലെയറൊക്കെ അവിടെ കണക്റ്റഡ് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ലീക്ക് പ്രൂഫ് ആക്കാൻ വേണ്ടി വെക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു ഈൽഡ് വാല്യൂവിനെ കുറിച്ചും കൂടി അറിഞ്ഞാലാണ് നമുക്കൊരു റിസൾട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് ആക്സിയൽ ലോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണിത്. എഫ് റിസൾട്ടൻ്റ് ലോഡ് എഫ് ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ടൈറ്റനിങ് ലോഡ് എഫ് ഐ പ്ലസ് കെ ഇൻറ്റു എഫ് എ. കെ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ലോഡാണ്, ആക്സിയലി ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ലോഡാണ് എഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മഹാദേവൻ ഡാറ്റ ബുക്കിൽ 128 പേജ് റെഫർ ചെയ്താൽ ഈ ഒരു ഇക്വേഷൻ അവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ദെൻ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഇനി അറിയേണ്ടത് കെ എന്ന് പറയുന്ന ഫാക്ടറാണ്. കെ എന്ന് പറയുന്നത് 0 to 1 വേരി ചെയ്യാം. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബോൾട്ട് മെറ്റീരിയലിൻ്റെയും അതേപോലെ അവിടുത്തെ ഗാസ്കറ്റിൻ്റെ ഒക്കെ ഒരു ഈൽഡ് വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ റിലേറ്റീവായിട്ട് എത്രത്തോളം കംപ്രസ്ഡ് ആയി പോകാനും അതല്ലെങ്കിൽ ക്രഷായി പോകാനൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പല പല വാല്യൂസ് നമുക്ക് കെ എന്ന് പറയുന്ന ഫാക്ടറിന് പല പല വാല്യൂസ് കിട്ടും. 0 to 1 ആണ് ഇത് വേരി ചെയ്യുന്നത്. ദെൻ സോഫ്റ്റ് പാക്കിംഗ് വിത്ത് സ്റ്റഡ്, നമ്മളൊരു സ്റ്റഡ് വെച്ചിട്ടുള്ള ജോയിൻ്റ് ആണ്. അതേപോലെ ആ ഒരു സ്റ്റഡിൻ്റെ ആ ഒരു ജോയിൻ്റ് വരുമ്പോൾ അവിടെ പാക്കിങ്, നമ്മൾ സ്റ്റഫിങ് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ നമുക്ക് അവിടെ സ്റ്റഡ് വെച്ചിട്ടുള്ള ജോയിൻ്റ് ആയിരുന്നു. അതേപോലെ ആ ഒരു രണ്ട് ഗ്ലാൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കുറച്ച് റബ്ബർ പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ട് പാക്ക് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഈ ഒരു കെ എന്ന് പറയുന്ന ഫാക്ടറിൻ്റെ വാല്യൂ 1 ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ത്രൂ ബോൾട്ട് വരുന്ന കേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റഡാണോ ബോൾട്ടാണോ എന്നൊക്കെ ഉള്ളത് ക്ലാരിറ്റി ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ത്രൂ ബോൾട്ട് ആണെങ്കിൽ അവിടുത്തെ കെയുടെ വാല്യൂ 0.75, ആസ്ബറ്റോസ് ആണെങ്കിൽ 0.6, അതേപോലെ കോപ്പർ ഗാസ്കറ്റ് ആണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ 0.5, അതേപോലെ ഹാർഡായിട്ടുള്ള കോപ്പർ ഗാസ്കറ്റ് ആണെങ്കിൽ 0.25. ഓക്കെ, ഇനി മെറ്റൽ ടു മെറ്റൽ കോണ്ടാക്റ്റ് വരുന്ന കേസിലൊക്കെ ആണെങ്കിൽ 0 ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഈ ടേബിൾ ഉണ്ടായിരുന്നു, അത് ഇവിടെ ഇപ്പോൾ വിസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കെ വാല്യൂ ഇത് നമുക്ക് മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഈ ഒരു ടേബിൾ അവൈലബിൾ ആണ്. ദെൻ നമുക്ക് ഒരു പ്രോബ്ലം കൂടി, സിമ്പിളായിട്ടുള്ള ഒരു ചെറിയൊരു പ്രോബ്ലം കൂടി നോക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ആൻ ഇലക്ട്രിക് മോട്ടോർ weighing 10 kN is lifted by means of an eye bolt. The bolt is screwed into the frame of the motor. The eye bolt has coarse threads. It is made of plain carbon steel 30C8 with a yield strength of 400 megapascal and factor of safety is 6. Determine the size of the bolt. ഇപ്പോൾ ഒരു ഐ ബോൾട്ട് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ഇലക്ട്രിക് മോട്ടർ 10 kN വെയിറ്റ് ഉള്ള ഒരു ഇലക്ട്രിക് മോട്ടറിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ടൊരു ഐ ബോൾട്ട് നമുക്ക് വേണം. അപ്പോൾ ആ ഒരു ഐ ബോൾട്ടിന് എത്ര സൈസ് വേണം? ഐ ബോൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ബോൾട്ടിന് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ഐ പോലെയാണ്. ഓക്കെ, ഒരു നമുക്ക് റോപ്പൊക്കെ വെച്ച് കെട്ടാനോ ഒക്കെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർക്കുലർ ഒരു ഹെഡാണ് നമ്മുടെ ഇതിന് വരിക, ബോൾട്ടിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു ഐ ബോൾട്ടിന് എത്ര സൈസ് വേണമെന്നുള്ളതാണ് നമ്മളോട് ഡിസൈൻ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ആക്സിയൽ ഡയറക്ഷനിലുള്ളൊരു
ടെൻഷൻ ലോഡാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. മെറ്റീരിയൽ പ്രോപ്പർട്ടിയൊക്കെ തന്നിട്ടുണ്ട്. ഫാക്ടർ ഓഫ് സേഫ്റ്റി 6 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റ നമുക്കൊന്നും കൂടി നോക്കാം. ആക്സിയൽ ലോഡ് പി എന്നുള്ളത് 10 കിലോ ന്യൂട്ടൺ ആണ്. ദെൻ ഈൽഡ് സ്ട്രെസ്സിൻ്റെ വാല്യൂ 400 മെഗാ പാസ്കൽ ആണ്. ഫാക്ടർ ഓഫ് സേഫ്റ്റി 6. ദെൻ സൈസ് ഓഫ് ദ ഐ ബോൾട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പെർമിസിബിൾ ടെൻസൈൽ സ്ട്രെസ്സ്, അലൗബിൾ സ്ട്രെസ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈൽഡ് സ്ട്രെസ്സും ഫാക്ടർ ഓഫ് സേഫ്റ്റിയും തന്നിട്ടുള്ളതെന്ന് അലൗബിൾ സ്ട്രെസ്സ് കണ്ടുപിടിക്കാൻ അറിയാം. 66.67 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് വാല്യൂസ് വരുന്നത്. ദെൻ ബോൾട്ടിൻ്റെ സൈസ് കണ്ടുപിടിക്കാനായിട്ട് ഓൾറെഡി നമുക്കുള്ള ഇക്വേഷൻസ്, മാക്സിമം ഒരു ടെൻസൈൽ സ്ട്രെസ്സ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കോർ ഡയമീറ്റർ ആണ്, ഈ ഒരു കോർ ഏരിയ ആണ് ഇങ്ങനത്തെ ഒരു ടെൻസൈൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് ഡിവൈഡഡ് ബൈ കോർ ഏരിയ വെച്ചിട്ട് നമുക്ക് ടെൻസൈൽ സ്ട്രെസ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയയുടെ ഇക്വേഷൻസ് നമുക്കറിയാം. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബേസിൽ നമുക്ക് കോർ ഡയാമീറ്റർ DC is equal to 4 times of P divided by pi sigma T എന്ന് പറഞ്ഞിട്ട് വരും. ദെൻ നമ്മുടെ ടെൻസൈൽ സ്ട്രെസ്സ് നമുക്കറിയില്ല, പകരം നമുക്കൊരു അലൗബിൾ സ്ട്രെസ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ ഒരു സ്ട്രെസ്സിൻ്റെ ലിമിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ലിമിറ്റിംഗ് സ്ട്രെസ് അവിടെ കൊടുത്താലാണ് നമുക്ക് കോർ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ലോഡിൻ്റെ വാല്യൂ, അലൗബിൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 13.823 mm എന്നാണ് കോർ ഡയാമീറ്റർ കിട്ടിയത്. ഓക്കെ, അപ്പോൾ കോർ ഡയമീറ്റർ വെച്ചിട്ടല്ല നമ്മളൊരു ബോൾട്ട് സെലക്ട് ചെയ്യേണ്ടത്, നോമിനൽ ഡയമീറ്റർ വെച്ചിട്ടാണ്. ആ ഒരു നോമിനൽ ഡയമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റാ ബുക്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ഉള്ള ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിന്ന് നമുക്ക് ഒരു ബോൾട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ നോമിനൽ ഡയമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ നമുക്ക് അവൈലബിൾ ആണ്. കോർ ഡയമീറ്റർ is equal to 0.84 times D എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നോമിനൽ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ DC ഡിവൈഡഡ് ബൈ 0.84 എന്ന് കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 16.456 എന്നാണ് കിട്ടുക. ഓക്കെ, ഞാനതിനെ ചുമ്മാ റൗണ്ട് ചെയ്ത് 20 mm ആക്കിയതല്ല. മഹാദേവൻ ഡാറ്റ ബുക്കിൽ നമുക്ക് ബോൾട്ടിൻ്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ 138 പേജിലുള്ള ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 16 mm കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത സ്റ്റാൻഡേർഡ് സൈസ് എന്നുള്ളത് 20 mm ആണ്. ഓക്കെ, ഫസ്റ്റ് ചോയ്സ്, സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് 2 കോളംസ് കാണും. സെക്കൻഡ് ചോയ്സിൽ 18 mm ഉണ്ട്, പിന്നെ 22 mm ഉണ്ട്. നമുക്ക് തൽക്കാലം ഫസ്റ്റ് ചോയ്സിലുള്ള ബോൾട്ട് ഡയമീറ്റർ എടുത്താൽ മതി. അപ്പോൾ അവിടെ ഉള്ളത് 20 mm ആണ് സ്റ്റാൻഡേർഡ് സൈസ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സൈസിനെ ശരിക്കും ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടത് M20 എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ M20 ബോൾട്ടാണ് സെലക്ട് ചെയ്യുന്നത്. കോഴ്സ് ത്രെഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളിവിടെ പിച്ച് കാണിക്കുന്നില്ല. M20 എന്ന് മാത്രം ഡെസിഗ്നേറ്റ് ചെയ്താൽ മതി. ഫൈൻ ത്രെഡഡ് ആയിട്ടുള്ളൊരു ബോൾട്ട് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം ഇട്ടിട്ട് ഇൻറ്റു പിച്ചിൻ്റെ വാല്യൂ കൂടി അവിടെ ഡെസിഗ്നേഷനിൽ കാണിക്കണം. ഓക്കെ, അപ്പം മെയിനായിട്ട് ഈ ഒരു സൈസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള വളരെ സിമ്പിളായിട്ടൊരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഡാറ്റ ബുക്ക് കൂടി നോക്കാൻ അറിയണം. മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഈ ഒരു പേജ് കൂടി നിങ്ങൾ റെഫർ ചെയ്ത് എങ്ങനെയാണ് ഇതൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ളത് കൂടി നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ മെയിൻ പോയിൻറ്റ്സ്, ഇക്വേഷൻസ്, അതേപോലെ ഈ ഒരു പ്രോബ്ലമൊക്കെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.